അയ്യപ്പ സംഗമം സ്റ്റാലിനെ ക്ഷണിച്ച സർക്കാർ മലയരരെ വിളിക്കാത്തതെന്തേ? ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും 3000-ഓളം ആളുകൾ പമ്പയിൽ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. നല്ല കാര്യം. പക്ഷേ നൂറ്റാണ്ടുകളായി ശബരിമലയിലെ 18 മലകളിലും ജീവിച്ചിരുന്ന ശബരിമല അയ്യപ്പനെ കുലദൈവമായി കണ്ടാചരിക്കുന്ന, ശബരിമലയിൽ മകരവിളക്ക് തെളിയിക്കുന്നതുൾപ്പെടെ നിരവധി അവകാശങ്ങൾ ഉണ്ടായിരുന്ന താളകെട്ടി അമ്പലവും ഇഞ്ചപ്പാറ കോട്ടയും തുടങ്ങി നിരവധി ക്ഷേത്രങ്ങൾ പരിപാലിച്ചു പോകുന്ന തദ്ദേശീയരായ ആദിമനിവാസികളായ മലയന്മാരെ സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാത്തതെന്തേ? മലയരോട് ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ ചെയ്ത കൊടും ചതി കൂടി കേരളം അറിയേണ്ടതുണ്ട്. 1949 വരെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചിരുന്നത് മലയർ വിഭാഗമായിരുന്നു. സുഗന്ധം വമിക്കുന്ന തെള്ളി എന്ന മരത്തിന്റെ കറ ഉപയോഗിച്ച് തേനഭിഷേകം തുടങ്ങി നിരവധി വഴിപാടുകൾ മലയരുടേത് മാത്രമായി ശബരിമലയിൽ നടത്തിയിരുന്നു. ആ അവകാശങ്ങളെല്ലാം കേരളം ഭരിച്ച സർക്കാരുകൾ ദേവസ്വത്തിലൂടെ അവരിൽ നിന്നും കവർന്നെടുത്തു. കോട്ടയത്തെ അതിപ്രശസ്തമായ വള്ളിയങ്കാവ് ദേവീക്ഷേത്രം, പശ്ചിമക്ഷേത്രം, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം തുടങ്ങി മലയരർ നിർമ്മിച്ച ക്ഷേത്രങ്ങളെല്ലാം സർക്കാർ ചതിയിലൂടെ കൈക്കലാക്കി. വള്ളിയങ്കാവ് ദേവീക്ഷേത്രം പരിപാലിച്ചു പോന്നിരുന്ന കൊന്തിയപ്പൂപ്പനെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വഴി തരാനുള്ള അപേക്ഷയാണെന്ന് പറഞ്ഞാണ് ഒരു വെള്ള പേപ്പറിൽ ആരൊക്കെയോ ചേർന്ന് ഒപ്പിട്ട് വാങ്ങിയത്. പക്ഷേ ആ വെള്ള പേപ്പറിന്റെ മുകളിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ എഴുതി ചേർത്തത് കൊന്തിയപ്പൂപ്പന്റെ മരണശേഷം ക്ഷേത്രം ദേവസ്വത്തിന് ലഭിക്കുമെന്നായിരുന്നു. കൊടും ചതി. വോട്ടിന് വേണ്ടി ദളിത് ആദിവാസി സ്നേഹം പറയുന്ന സർക്കാർ ഹിന്ദു വിഭാഗങ്ങളെ ജാതിയുടെ പേരിൽ തമ്മിലടിപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്ന സർക്കാർ അവർക്ക് അധികാരം കിട്ടിയപ്പോൾ ആ ദളിത് ആദിവാസി സ്നേഹം കാണിക്കാത്തതെന്തേ?